Hi Thesnim Flavors-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബ്രെഡ്, മിൽക്കി ബ്രെഡ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്കി ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കുറേ ആയി എൻ്റെ അടുത്ത് ചോദിക്കുന്നു. പലർക്കും ശരിയാവുന്നില്ല, സ്പഞ്ച് നല്ല സോഫ്റ്റായി കിട്ടുന്നില്ല, എയർ ഹോൾസ് ഒന്നും വരുന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ഡ്രൈ ആവുന്നു, ഇങ്ങനെ കുറേ കംപ്ലയിൻസ് ആണ്. എല്ലാം മാറ്റി വയ്ക്കുക. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്, കുറേ സ്റ്റെപ്സ് കാര്യങ്ങളും ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ് ചെയ്യുന്ന ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആയിരിക്കണം. അത് പിന്നെ കുഴയ്ക്കുന്നത് കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കണം, എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ മെഷീനില്ല, കൈകൊണ്ടാണ് കുഴയ്ക്കുന്നതെങ്കിൽ ആദ്യം കുറേശ്ശെ വെള്ളം പാല് ചേർത്തിട്ട് കുഴച്ച് എടുക്കണം. കുറേശ്ശെ പാല് ചേർത്തിട്ടാണ് കുഴയ്ക്കുക. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം പിന്നെ ചേർത്തിട്ടാകുമ്പോഴേക്ക് കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ നന്നായിട്ട് കുഴച്ചതുകൊണ്ട് പിന്നെ ഇങ്ങനെ പാല് ചേർത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി, കുഴച്ചെടുത്താൽ മതി. എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്യാതിരിക്കരുത്. അതേപോലെ പിന്നെ ബ്രെഡ് ശരിയാവണില്ല എന്ന് പലരും പറയുന്നേക്കാം. എനിക്ക് തോന്നുന്നത് ഈ ബ്രെഡിന് എടുക്കുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞ പോലെയൊക്കെ എടുക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ പാല് അല്ലെങ്കിൽ വെള്ളം എടുക്കുമ്പോൾ അത് ചൂട് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ ഈസ്റ്റിൻ്റെ ഫങ്ഷൻ കുറയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലരുടെയും വലിയൊരു മിസ്റ്റേക്ക് അതായിരിക്കും. ഈസ്റ്റും കാര്യങ്ങൾ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ അത്രയും ആക്കിയിട്ട് അപ്പോൾ ഒന്നുകൂടെ കൈ വെച്ച് നോക്കാൻ പറയും. അങ്ങനെ നോക്കിയേ ഞാൻ ചേർക്കാൻ സമ്മതിക്കാറുള്ളൂ ബ്രെഡിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക്. അപ്പം ഇത് നല്ലൊരു റെസിപ്പിയാണ്, എന്തായാലും ചെയ്തു നോക്കൂ. നല്ല റിസൾട്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ ദിവസം ക്ലാസ് അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവർ ഷിജിനെയും മൈമൂനെയും രണ്ടുപേരും എനിക്കൊന്ന് കണ്ണൂർ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഡെയിലി ക്ലാസ്സസ് നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറന്നു. എന്തായാലും അവർ ചെയ്ത ചോക്ലേറ്റ്സ് ആണ്. സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ട നന്നായി നല്ല രീതിയിലെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോക്ലേറ്റിനല്ല ബണ്ണൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനൊരു ഏജ് ലിമിറ്റൊന്നും ഇല്ല കേട്ടോ. ശരിക്കും 10ാം ക്ലാസ് തൊട്ട് 75 വയസ്സ് വരെയുള്ള ആൻറ്റി വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി എൻ്റെ ബ്രൗണി ഒരു പീസ് കൊടുക്കുന്നത് 75 റുപ്പീസിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആളുണ്ട്. അതേപോലെ ജാർ കേക്ക്സിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ചോക്ലേറ്റിന് കൂടുതൽ പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാവുന്നു. ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ബേക്കിങ്ങോ അങ്ങനെ വലിയൊരു കുക്കിങ്ങോ ഒന്നുമില്ല. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്നാവും, കേടുവരിക, ചീത്തയാവുക എന്നുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നുമില്ല. അതുകൊണ്ടായിരിക്കും. വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് അവർ ചെയ്യുന്നത് നോക്കി എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ ക്ലാസ്സിൽ ഇനി താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കുറച്ച് മുമ്പ് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് പേര് ഒന്നിച്ച് ഉണ്ടായിരുന്നു, കുക്കറി ഇഷ്ടമുള്ള. അപ്പോൾ പിന്നെ നിർമ്മലേരി കോളേജിലെ ഒരു ഹോം സയൻസിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, മിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിനെ എന്നെ പോലെയാണ്. കുറേ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ ഇഷ്ടമാണ്, പുതിയതായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ഞാനും മിസ്സും കൂടിയിട്ട് പണ്ട് കേട്ടോ, കുറേ മുമ്പുള്ള കാര്യമാണിത്. അപ്പോൾ എപ്പോഴും ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ സമയത്ത് ഞങ്ങളൊരു ബണ്ണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബണ്ണായിരുന്നു അത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറെയും ലേഡീസ് ഉണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിൽ ചെയ്യുന്ന കേട്ടോ. അതൊരു കോഴ്സായിട്ട് അങ്ങനെ ക്ലാസ്സായിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നേലും മാമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ നമ്മളെ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ്. അപ്പോൾ ഒരാളെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണേ, ഞാൻ ആരാന്നും പറയുന്നില്ല. അവർ ഇത് വീട്ടിൽ പോയിട്ടുണ്ടാക്കിയിട്ട്, ഈ ബണ്ണ് വീട്ടിൽ പോയിട്ടുണ്ടാക്കിയിട്ട് അവർ ഹസ്ബൻഡ് വെച്ചിട്ട് ഇതെന്താ പട്ടീനെ അറിയാൻ പറ്റുന്ന
അത്ര ഹാർഡായിട്ട് അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവരുത്, കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ. 2.5 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാൻ. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല്, ഇളം ചൂടുള്ള പാലാണ്. 1/4 കപ്പ് പാൽ. ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു സ്റ്റിക്കി, നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കുന്ന പോലെയല്ല കേട്ടോ. കയ്യിലൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് മാവുള്ളത്. ഇതുണ്ടോ, കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള. കുറച്ച് ഓയിലൊന്ന് മുകളിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 1.25-2 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എടുക്കാം. 2 മണിക്കൂർ വരെ ഇത് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ വെച്ചത് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന്, നല്ല സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് അങ്ങനെ കുഴയ്ക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ശരിക്കും കൈ കൊണ്ട് അങ്ങനെ കുഴയ്ക്കാൻ വയ്യ കേട്ടോ. പാനിലേക്ക് മാറ്റാം. ഒരു 15 മിനിറ്റോടെ നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു സ്പൂൺ വെള്ളം, വെള്ളമാണേ, ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്. ഓർഡിനറി ടെമ്പറേച്ചറിലുള്ള പൈപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ബ്രഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആട്ടോ വെച്ചേ. പൊങ്ങി വന്നത് കണ്ടാ.
150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് ബ്രെഡ്. ഇതിന് സോഫ്റ്റായിട്ട് ഇനി നമുക്ക് ബ്രെഡ് ചെയ്യാനില്ല, അത്ര സോഫ്റ്റാണ് കേട്ടോ. ബ്രെഡിൻ്റെ ഇതാ നല്ല ലൈറ്റ് വെയിറ്റിലാണ് ഉള്ളത്. വേണ്ട ബണ്ണ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ബണ്ണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ബണ്ണാണ്. ട്രൈ ചെയ്യൂ. സോഫ്റ്റ് എന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബ്രെഡാണ്.